Hello everyone, it's me Basit Kodapuram and welcome to my English class. If you want the tuition classes of 10th standard, just contact me in this number. ശ്രീകാന്ത് ബൊല്ല എന്ന അന്ധനായിട്ടുള്ള വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളുടെ കഥയാണ്. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ. സക്സസ് റിക്വയർസ് വിഷൻ ആൻഡ് പെർസിവറൻസ് റാദർ ദാൻ ലക്ക്, ഡസൻറ്റ് ഇറ്റ്? സക്സസിന് ആവശ്യം വിഷനും പെർസിവറൻസുമാണ് ലക്കിനേക്കാൾ, അല്ലേ? ഡസൻറ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ എന്നുള്ളൊരർത്ഥത്തിൽ. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഫെയിലിയേഴ്സ് ആർ പ്രാക്ടീസ്. പ്രശ്നങ്ങളെ അവസരങ്ങളായും പരാജയങ്ങളെ പരിശീലനമായും കാണണം. ഡു യു അഗ്രി? നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നൗ ലെറ്റ്സ് ലിസൺ ടു വിഷ്വലി ചലഞ്ചഡ് വിഷണറി. വിഷ്വലി ചലഞ്ചഡ് എന്നാണ് ഇപ്പോൾ അന്ധനായിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കുന്ന ഭാഷ. ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നൊക്കെ പറയാറുള്ളത് പോലെ. ഹു ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് ലൈവ്സ് ഓഫ് മെനി അതേഴ്സ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും മറ്റു ഒരുപാട് ആളുകളുടെ ജീവിതവും ചേഞ്ച് ചെയ്ത ഒരാളെ പറ്റിയുള്ള കഥയാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ഐ വിൽ ഫ്ലൈ. തടസ്സങ്ങൾ ഭേദിച്ച് ഞാൻ പറക്കും. ശ്രീകാന്ത് ബല്ല. ഹലോ, ഐ എം ശ്രീകാന്ത്, ആൻ ഓൺട്രപ്രനർ. ഞാൻ ശ്രീകാന്ത്, ഒരു സംരംഭകനാണ്. ഡു യു നോ ദാറ്റ് 51% ഓഫ് ഇന്ത്യൻസ് ആർ സെൽഫ് എംപ്ലോയ്ഡ്? 51% ഇന്ത്യക്കാരും സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്കറിയുമോ? Let me share the story of the richest entrepreneurial couples in the world, my parents. ലോകത്തിലെ ഏറ്റവും ധനികരായ സംരംഭക ദമ്പതികൾ, എൻ്റെ മാതാപിതാക്കൾ, അവരുടെ കഥ ഞാൻ പങ്കുവെക്കട്ടെ. They earned just 20,000 a year from their small plot of land. അവർ ചെറിയ ഭൂമിയിൽ നിന്ന് വെറും 20,000 രൂപ മാത്രമാണ് വർഷത്തിൽ സമ്പാദിച്ചിരുന്നത്. ഗിവിംഗ് ബർത്ത് ടു എ ചൈൽഡ് ഈസ് ദ ഹാപ്പിയസ്റ്റ് തിങ് ഫോർ എവറി മാരീഡ് കപ്പിൾ. ഒരു കുട്ടിക്ക് ജന്മം നൽകുക എന്നുള്ളത് ഒരു കപ്പിളിൻ്റെ ഹാപ്പിയസ്റ്റ് കാര്യമാണ്. അറ്റ് ദാറ്റ് മൊമെന്റ് ഇൻ ടൈം ദ ടേം ആപ്പിൾ ഓഫ് ദ ഐ ഡിഡ് നോട്ട് മീൻ മച്ച് ടു ദം. ആ സമയത്ത് കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയാറുണ്ടല്ലോ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അത്രമേൽ അർത്ഥമുള്ള ഒന്നായിരുന്നില്ല. Neither of my parents had ever seen an apple, nor did I have an eye. കാരണം എൻ്റെ മാതാപിതാക്കൾ ആപ്പിൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് കണ്ണും ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ കുട്ടി ജനിച്ച സമയത്ത് അവർ സാധാരണ കണ്ണിലെ കൃഷ്ണമണി എന്ന് കുട്ടിയെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ വിശേഷിപ്പിക്കാൻ ഒന്നും പറ്റില്ലായിരുന്നു. കാരണം കുട്ടി ജനിച്ചത് കണ്ണില്ലാതായിരുന്നു എന്ന് മാത്രമല്ല, അവർ ആപ്പിൾ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് പറയാം. When I was born without eyes, society saw me as a burden. ഞാൻ കണ്ണില്ലാതെ ജനിച്ചപ്പോൾ സമൂഹം എന്നെ ഒരു ഭാരമായി കണ്ടു. Some even suggested that I should be smothered. എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലണമെന്ന് പോലും നിർദ്ദേശിച്ചു. But my parents showered on me immense love and care. പക്ഷെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അതിരറ്റ സ്നേഹവും കരുതലും നൽകി. They felt they were the richest couple in the world and I consider myself the luckiest person. അവർ ലോകത്തിലെ ഏറ്റവും ധനികരായ ദമ്പതികൾ അവരാണെന്ന് അവർക്ക് തോന്നി. ആൻഡ് ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള മനുഷ്യൻ ഞാനാണെന്ന് എനിക്കും തോന്നി. ആസ് എ ചൈൽഡ് ഐ സ്പെൻഡ് മച്ച് ഓഫ് മൈ ടൈം വിത്ത് മൈ ഫാദർ ഇൻ ദ ഫീൽഡ്സ്. കുട്ടി എന്ന നിലയിൽ ഞാൻ കൂടുതലും അച്ഛൻ്റെ കൂടെ ഫീൽഡിലാണ്, വയലിലാണ് ഉണ്ടായിരുന്നത്. However, my short legs made it difficult for me to help. പക്ഷേ എൻ്റെ കുഞ്ഞൻ കാലുകൾ അത് സഹായിക്കാൻ പ്രയാസമുള്ളതായിരുന്നു. My father began to think that perhaps the people who doubted my future might be right. എൻ്റെ ഫ്യൂച്ചറിനെ സംശയിച്ച ആളുകൾ ശരിയായിരിക്കാം എന്ന് അച്ഛൻ ചിന്തിച്ചു.
he realized I didn't fit into the traditional farming model. അങ്ങനെ ഞാൻ ഫാമിങ്ങിന് ഫിറ്റ് അല്ല എന്ന് മനസ്സിലാക്കി. Then he decided that education was to be my path. എൻ്റെ പാത്ത് വഴി എഡ്യൂക്കേഷൻ ആയിരിക്കണമെന്ന് അദ്ദേഹം ഡിസൈഡ് ചെയ്തു. Despite the challenges of trekking to a faraway school and being ignored by teachers and classmates, I persevered. ദൂരെയുള്ള ഒരു സ്കൂളിലേക്ക് ട്രക്കിംഗ് ആയി പോകുന്നതിൻ്റെയും അതേപോലെ അധ്യാപകരുടെയും സഹപാഠികളുടെയും ഒക്കെ അവഗണനയെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വെല്ലുവിളികൾക്കിടയൊക്കെ സഹിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മുന്നേറി. For 2 years I sat on the last bench, excluded from activities. 2 വർഷത്തോളം ഞാൻ അവസാന ബെഞ്ചിലാണ് ഇരുന്നത്, ആക്ടിവിറ്റീസുകളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ട്. I then felt like the poorest child in the world. അങ്ങനെ ഞാൻ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടിയായി എനിക്ക് ഫീൽ ചെയ്യുകയാണ്. നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി, പൈസ ഇല്ലാത്തതിൻ്റെ പേരിലല്ല, ബട്ട് ബിക്കോസ് ഓഫ് ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ. ഏകാന്തത കാരണത്താൽ എനിക്ക് അങ്ങനെ തോന്നുകയാണ്. ഏകാന്തതയും ഒറ്റപ്പെടലും. അന്ധനായ ഒരാൾക്ക് കൂട്ടുകാരിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയെ നമുക്കിവിടെ കൃത്യമായി മനസ്സിലാക്കാം. Eventually, my parents and relatives decided that I should study in a school with students like me. അങ്ങനെ എൻ്റെ പാരൻസും ബന്ധുക്കാരൊക്കെ തീരുമാനിക്കുകയാണ് ഞാനൊരു എന്നെ പോലെ കുട്ടികളുള്ള ഒരു സ്കൂളിൽ പഠിക്കണം എന്ന്. സോ ഐ വാസ് സെൻറ്റ് ടു എ സ്പെഷ്യൽ സ്കൂൾ ഇൻ ഹൈദരാബാദിലുള്ളൊരു സ്പെഷ്യൽ സ്കൂളിലോട്ട് എന്നെ അയക്കപ്പെട്ടു. There I excelled, becoming an outstanding student, earning top ranks and representing India in chess and cricket. അവിടെ ഞാൻ മികച്ച ഒരു മുന്നേറ്റം നടത്തുകയാണ്, റാങ്കുകൾ ലഭിക്കുകയാണ്, ഇന്ത്യയെ ചെസ്സിലും ക്രിക്കറ്റിലൊക്കെ റെപ്രസെന്റ് ചെയ്യുകയാണ്. I had the privilege of working with Dr. APJ Abdul Kalam on various projects like the Lead India Youth Transformation Project പോലെയുള്ള APJ അബ്ദുൽ കലാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിലുള്ള ഒരു പ്രിവിലേജും അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം മുന്നേറുകയാണ്. 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം കൈവരിച്ചിരുന്നു. When I completed my 10th grade with over 90% marks, 10th ഗ്രേഡ് 90% മാർക്കിലധികം നേടി പാസ്സാവുകയാണ്. I wanted to study science at the AP സ്റ്റേറ്റ് ബോർഡിൽ സയൻസ് പഠിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. However, I was told I could only take arts because I was impaired. ഞാൻ ഇങ്ങനത്തെ ഒരു വൈകല്യമുള്ള ഒരാളായതിനാൽ, ഇംപെയർഡ് എന്ന് പറഞ്ഞാൽ വൈകല്യം ഉള്ള ഒരാളായതിനാൽ എനിക്ക് ആർട്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് എന്നോട് പറയുകയാണ്. I did not consider myself visually impaired but visually challenged. പക്ഷെ ഞാൻ എന്നെ വൈകല്യമുള്ള ഒരാളായിട്ടല്ല കണ്ടിരുന്നത്, പിന്നെ മറിച്ച് കാഴ്ച വെല്ലുവിളി നേരിടുന്ന ഒരാളായിട്ടാണ്. I was not allowed to pursue my passion due to the perceptions of others. മറ്റുള്ളവരുടെ പെർസെപ്ഷൻസ് കാരണത്താൽ എനിക്ക് എൻ്റെ സ്റ്റഡി പെർസ്യൂ ചെയ്യാൻ അനുവദിക്കപ്പെട്ടില്ല. Rather than accept this, I decided to sue the government. അത് ഞാൻ അംഗീകരിക്കുന്നതിന് പകരം ഞാൻ ഗവൺമെന്റിന് എതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. After 6 months of legal battle, 6 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ I received a government order allowing me to study science. അങ്ങനെ സയൻസ് പഠിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് എനിക്ക് ലഭിക്കുകയാണ്. ബട്ട് അറ്റ് മൈ ഓൺ റിസ്ക്, എൻ്റെ സ്വന്തം റിസ്കിൽ. Despite the lack of resources, I worked hard. റിസോഴ്സുകളൊക്കെ കുറവായിരുന്നെങ്കിലും ഞാൻ വളരെ വർക്ക് ചെയ്തു. With the help of a mentor, ഒരു മെന്ററിന്റെ സഹായത്തോടെ, she recorded my textbooks on audio and I scored a 98% in my exams. അവര് എൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഓഡിയോ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തെന്നു. അങ്ങനെ ഞാൻ 90% ഹയർ സെക്കൻഡറിയിൽ 90% മാർക്കോടുകൂടി വിജയിക്കുകയാണ്. This proves that anyone, regardless of their
impairment or challenges can achieve great things. ഇത് അർത്ഥമാക്കുന്നത് ഒരാൾക്ക് വൈകല്യം അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും അത് പരിഗണിക്കാതെ ആർക്കും വലിയ കാര്യങ്ങൾ നേടാൻ കഴിയുമെന്ന് ഇത് തന്നെ തെളിയിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജേണി അവസാനിപ്പിക്കുന്നില്ല. However, my journey didn't end there. When it was time to apply to top engineering schools like IIT, I was told that I couldn't sit for the competitive exams because of my blindness. അന്ധത കാരണത്താൽ എനിക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ഇരിക്കാൻ കഴിയില്ല, IIT പോലെയുള്ള എക്സാംസിന് എനിക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് എന്നോട് പറയുകയാണ്. അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗ് ആയിരുന്നു താല്പര്യം. So if IIT didn't want me, I decided I didn't want it either. IITക്ക് എനിക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് IITനെയും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. I applied to top schools in the United States and was accepted into MIT, Stanford, Berkeley and Carnegie Mellon. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ എല്ലാം പ്രവേശനം ലഭിക്കുകയാണ്. അദ്ദേഹം അവിടേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ ഐ ചോസ് ടു അറ്റൻഡ് MIT. IIT കിട്ടിയല്ലോ. അദ്ദേഹം ലോകോത്തര നിലവാരമുള്ള ഇന്റർനാഷണൽ ക്യാമ്പസുകളിൽ ഒന്നായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഒന്നായിട്ടുള്ള MIT തന്നെ അദ്ദേഹം പഠിക്കുകയാണ്. ബിക്കമിങ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ് ഇൻ ഇറ്റ്സ് ഹിസ്റ്ററി. അതിന്റെ ചരിത്രത്തിൽ ആദ്യ ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡൻറ് ആയിക്കൊണ്ട് MITയിൽ അദ്ദേഹം ചേരുകയാണ്. While at MIT, I began to think deeply about my future. MITയിലായിരിക്കുമ്പോൾ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി ഞാൻ ഒരുപാട് ചിന്തിച്ചു. Should I just get married, settle down and work in corporate America? ഞാൻ വിവാഹം കഴിച്ച് സ്ഥിരമാക്കി കോർപ്പറേറ്റ് അമേരിക്കയിൽ ജോലി ചെയ്യണോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കണോ എന്നുള്ള രൂപത്തിലൊക്കെ. No, I wanted to solve the problems I had faced. അപ്പോൾ അദ്ദേഹം ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലംസ് സോൾവ് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ്. Why should blind children be made to sit on the last bench? അന്ധരായ കുട്ടികളെ എന്തിനാണ് അവസാന ബെഞ്ചിൽ ഇരുത്തുന്നത്? Why should 10% of Indian population who are disabled be excluded from the economy? ഇന്ത്യയിലെ ജനസംഖ്യയുടെ 10% അംഗവൈകല്യമുള്ളവരെ എന്തിനാണ് എക്കോണമിയിൽ നിന്ന് ഒഴിവാക്കുന്നത്? These questions led me, ഈ questions എന്നെ നയിച്ചു back to India, where I returned, giving up all the opportunities in corporate America to build a strong support system for the disabled. അങ്ങനെ ഞാൻ ഇന്ത്യയിലോട്ട് തിരിച്ചു വരികയാണ്. ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു അമേരിക്കയിൽ. പക്ഷേ ഇന്ത്യയിലോട്ട് വന്നുകൊണ്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊരു സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ് ആലോചിക്കണം. സാധാരണ MITയിലൊക്കെ പഠിച്ച് അത്രയും സ്റ്റാർ ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ടാവണം. അതൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം ഇങ്ങോട്ട് വരികയാണ്. We established a platform, Bolland Industries, together with my partner to find, rehabilitate, nurture and reintegrate disabled individuals into society rather than separate them from it. അങ്ങനെ ഞങ്ങൾ എൻ്റെ പാർട്ട്ണറോടൊപ്പം ഒരു പ്ലാറ്റ്ഫോം രൂപീകരിക്കുകയാണ്, ബോളണ്ട് ഇൻഡസ്ട്രീസ്. അത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനും അവരെ പുനരധിവസിക്കാനും പിന്നെ അവരെ പരിചരിക്കാനും ഒക്കെ അവരെ ഒരുമിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ. വി ഹാവ് സപ്പോർട്ടഡ് ഓവർ 3000 സ്റ്റുഡൻസ് ഇൻ എഡ്യൂക്കേഷൻ. ഞങ്ങൾ 3000 വിദ്യാർത്ഥികളെ സഹായിച്ചു. വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ, സ്പോർട്സ് ആൻഡ് മച്ച് മോർ. ഇതെല്ലാം. അവർ കമ്പനി നൗ എംപ്ലോയ്സ് ഓവർ 150 ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്. 150 ഇതുപോലെയുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഗ്രോസസ് ഓവർ $1 million ഇൻ സെയിൽസ്. വിൽപ്പനയിൽ അത് $1 million കടന്നു കഴിഞ്ഞു. ബട്ട് വി ആർ സ്റ്റിൽ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് അവർ ഗ്രോത്ത്. പക്ഷെ ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ഗ്രോത്തിൻ്റെ തുടക്കത്തിലാണ്. വിത്ത് മച്ച് മോർ ടു ഡു. ഒരുപാട് ചെയ്യാനുണ്ട്. ഐ വാണ്ട് ടു ലീവ് യു വിത്ത് 3 lessons.
നിങ്ങളോട് എനിക്ക് 3 പാഠങ്ങൾ നൽകാനാണ് ആഗ്രഹം. ഫസ്റ്റ്, ഷോ കമ്പാഷൻ ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്. ഒന്നാമതായി അനുകമ്പ കാണിക്കാം. ഷോ കമ്പാഷൻ, അനുകമ്പ കാണിക്കാം. ആൻഡ് ഹെൽപ്പ് അതേഴ്സ് ത്രൈവ്, മറ്റുള്ളവരെ വളരാൻ സഹായിക്കുക. ട്രൂ വെൽത്ത് ഡസൻ കം ഫ്രം മണി ബട്ട് ഫ്രം ദ ഹാപ്പിനെസ് ഓഫ് അതേഴ്സ്. യഥാർത്ഥ സന്തോഷം വരുന്നത് പണത്തിൽ നിന്നല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നിന്നാണ്. സെക്കൻഡ്, റിമൂവ് ലോൺലിനെസ് ഫ്രം പീപ്പിൾസ് ലൈഫ്സ്. ആളുകളുടെ ജീവിതത്തിൽ നിന്ന് ഏകാന്തതയെ ഇല്ലാതാക്കുക. ആസ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് പോവേർട്ടി. കാരണം ഏകാന്തത ദാരിദ്ര്യത്തിന്റെ വലിയ രൂപമാണ്. ഫൈനലി, റിമെമ്പർ ദാറ്റ് വെൻ യു ഡു സംതിങ് ഗുഡ് യു വിൽ ബി ഫസ്റ്റ് ടു ബെനിഫിറ്റ്. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഫസ്റ്റ് ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. The world may look at me and say, Srikanth, you can't do nothing. ലോകം എന്നെ നോക്കി പറഞ്ഞേക്കാം, ശ്രീകാന്ത് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. But I look at the world and say, ഞാൻ ലോകത്തെ നോക്കി പറയുന്നത് I can do anything. എനിക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നാണ്. താങ്ക് യു. അഡാപ്റ്റഡ് ഫ്രം ഇങ്ക് ടോക്സ്. ഇങ്ക് ടോക്സിൽ നിന്നാണ് ഇത് അഡാപ്റ്റ് ചെയ്തുള്ളത്. രചയിതാവിനെ പറ്റി നോക്കാം. ശ്രീകാന്ത് ബുല്ല വാസ് ബോൺ 1991 ജനിച്ചത് അറ്റ് മച്ചിലിപട്ടണം ഇൻ ആന്ധ്രാപ്രദേശ്. ഹിസ് പാരൻസ് വേർ അണ്ടർ എഡ്യൂക്കേറ്റഡ് ഫാമേഴ്സ് ആണ്. ഹി ഹാസ് ബീൻ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണെന്ന് അർത്ഥം. ഹി ഹാസ് ബീൻ എ യൂത്ത് ലീഡർ സിൻസ് 2005 ആൻഡ് എ മെമ്പർ ഓഫ് ലീഡ് ഇന്ത്യ ക്യാമ്പയിൻ ഓഫ് 2020. അതൊക്കെ അദ്ദേഹം ആയിട്ടുണ്ട്. ദ നാഷണൽ യൂത്ത് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ ദ ഫോമർ പ്രസിഡന്റ് ഓഫ് APJ അബ്ദുൽ കലാമാണ് നാഷണൽ യൂത്ത് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ 2012 ബുല്ല സെറ്റപ്പ് ബോളൻ ഇൻഡസ്ട്രീസ് വിത്ത് എ പാർട്ട്ണറോട് കൂടിയിട്ട് ബോളൻ ഇൻഡസ്ട്രീസ് സെറ്റ് ചെയ്തു. രവി മന്ദ എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ട്ണർ പേര്. ഇറ്റ് പ്രൊഡ്യൂസസ് എക്കോ ഫ്രണ്ട്ലി റീസൈക്കിൾഡ് ക്രാഫ്റ്റ് പേപ്പർ പാക്കിംഗ് പ്രൊഡക്ട്സ് ഫ്രം നേച്ചുറൽ ആൻഡ് റീസൈക്കിൾഡ് മെറ്റീരിയൽസ്. അതാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത കമ്പനിയുടെ പ്രവർത്തനം. ഓക്കെ. ശ്രീകാന്ത് ബുല്ല ഈസ് ദ ഡയറക്ടർ ഓഫ് സെർച്ച് ഇമ്പാക്ട് ഫൗണ്ടേഷന്റെ ഡയറക്ടറാണ്, വിച്ച് ഹി ഫൗണ്ടഡ് ഇൻ 2016 അത് ഫൗണ്ട് ചെയ്തത്. ദ ഓർഗനൈസേഷൻ എയിംസ് ടു എനേബിൾ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻഡസ്ട്രിയൽസ് ഇൻ ഇന്ത്യ ടു അച്ചീവ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ബൈ 2030. ഓക്കെ, അതാണ് അതിന്റെ ലക്ഷ്യം. ഇൻ 2017 ബുല്ല വാസ് നെയ്മഡ് ഇൻ ദ ഫോബ്സ് മാഗസിൻ ലിസ്റ്റ് 30 under 30 അക്രോസ് ഓഫ് ഓൾ ഏഷ്യ. ഫോബ്സ് മാഗസിനിലൊക്കെ ഇടം നേടിയിട്ടുണ്ട്. എ ബയോപിക് ഓഫ് ഹിസ് ലൈഫ് ശ്രീകാന്ത്, അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ശ്രീകാന്ത് വാസ് റിലീസ്ഡ് ഇൻ 2024 അദ്ദേഹത്തിന്റെ ആത്മകഥയും ഇറങ്ങിയിട്ടുണ്ട്.